ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നാളെ റിലീസിനെത്തുകയാണ്. കങ്കുവ നമ്മുടെ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. അപ്പോൾ നാളെ റിലീസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ചെറിയൊരു റിവ്യൂ എന്നുവെച്ചാൽ ഇൻസൈഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ വെളി വന്നിട്ടുണ്ട്. അതിൽ വിശ്വസനീയമായിട്ടുള്ള റിവ്യൂ ആണ്. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓവർ ഡ്രാമാറ്റിക് ആക്ഷൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് അവർ റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ ആക്ടിങ് പോലെ നമുക്ക് തോന്നും എന്നാണ് ഇതിലെ റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊന്ന് പറഞ്ഞത്, ഇതിൻ്റെ കഥ ചെറുതായിട്ടൊന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണോ ഇല്ലയെന്ന് ഉറപ്പില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് നാളെയാണ് റിലീസ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മഹധീര എന്ന് പറഞ്ഞ സിനിമയുടെയും ഏഴാം അറിവ് സിനിമയുടെയും മിക്സ് ആയിട്ടുള്ള ഒരു കഥയാണ്. മേക്കിങ്ങിൽ ഭയങ്കര മാറ്റങ്ങളും ഡിഫറൻസുകളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു തന്തു എന്ന് പറയുന്നത് ഈ ഏഴാം അറിവ് സിനിമയുടെയും മഹധീര സിനിമയുടെയും ഒരു മിക്സറായിട്ടുള്ളൊരു വെർഷനാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത്. അതിൽ പ്രണയത്തിന് വേണ്ടിയാണെങ്കിൽ ഇതിൽ പ്രതികാരത്തിന് വേണ്ടിയുള്ള വേറൊരു ജന്മം, പണ്ടത്തെ ജന്മത്തിൽ നിന്നും പ്രതികാരത്തിന് വേണ്ടി പുറപ്പെട്ടു വരുന്ന വേറൊരു ജന്മം, ശത്രുവിനെ തോൽപ്പിക്കുവാൻ വേണ്ടി അടുത്ത ജന്മം വരെ കാത്തിരിക്കുന്ന ഒരു പ്രതികാര നായകനെയാണ് നമുക്ക് കങ്കുവയിലൂടെ സൂര്യയെ കൊണ്ട് അവതരിപ്പിക്കുന്നതെന്നാണ് ഇതിനകത്തൊരു ചെറിയൊരു റിവ്യൂ. എന്താണെന്നൊന്നും പറഞ്ഞില്ല. അവർ ഇങ്ങനെ ഒരു മഹധീരയുടെയും ഏഴാം അറിവിൻ്റെയും മിക്സ് പോലെയാണ്. പല സിനിമകളെയും നമ്മളെ ഇത് ഓർമ്മിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹധീര സിനിമയുടെയും ഏഴാം അറിവ് സിനിമയുടെ എന്ന് വെച്ചാൽ ഏഴാം അറിവിൽ കുറേ ശക്തി സൂര്യയ്ക്കുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൂര്യ തിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും കങ്കുവയ്ക്കുള്ള ശക്തി ഈ രണ്ടാമത്തെ ക്യാരക്ടർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മറ്റേ സ്നേഹത്തിന് വേണ്ടി അടുത്ത് കാത്തിരിക്കുകയാണ്, ഇത് പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നായകൻ. അപ്പോൾ ഇങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ നാളെ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇതാണ് പൊതുവേ കിട്ടുന്ന റിവ്യൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പല ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് ചിലപ്പം കാണുമ്പം ചിലപ്പോൾ ദഹിക്കണമെന്നില്ലാത്ത രംഗങ്ങൾ വരെ ഉണ്ട്. ആക്ഷൻസിൽ പോലും ഡ്രാമാറ്റിക് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ വരെ വെയിറ്റ് ചെയ്യാം. നാളെ റിലീസ് രാവിലെ 4 മണിക്ക് റിലീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് കാണാം എന്താണ് പറയുന്നത്, സത്യമുണ്ടോ കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാടെ. എനിക്കും ഇതിൻ്റെ ഈ ഫോട്ടോയും ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഇതിലും കൂടുതലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ സിനിമയിലുള്ളത് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് മേക്കിംഗ് കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യയുടെ പ്രകടനം വളരെ മികച്ചതാണ് എന്നും പറയുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് ഈ പ്രത്യേകിച്ചുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറേ ആക്ഷൻസും കുറേ കാര്യങ്ങളും ഡയലോഗ്സും എല്ലാം കുറേ ഡ്രാമാറ്റിക്. നമ്മൾ ട്രെയിലർ തന്നെ കണ്ടാൽ ഡ്രാമാറ്റിക് ആണ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് ആനിമേഷനൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ VFX കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണെങ്കിൽ ഇതൊരു വൻ പടമായിരിക്കും. പക്ഷെ കഥ ഇതാണ്. ഈ ധീര സിനിമയുടെയും ഏഴാം അറിവ് സിനിമയുടെയും മിക്സ്. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്.